ഹലോ ഗായ്സ്, ഡിസംബർ വന്നത് അറിയാനുണ്ട്. ക്രിസ്മസിൻ്റെ കേക്കെല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിത്തുടങ്ങി. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ടും അവളുടെ ഫാമിലിയും വന്നു. ആ സമയത്ത് അവർ പാർക്കുട്ടനായിട്ട് കൊണ്ടുവന്ന ഒരു പാക്കറ്റ് നിറയെ ചിപ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൾ ഫസ്റ്റ് അത് കണ്ടില്ല അവർ കൊണ്ടുവന്നത്. അതിനുശേഷം ഈ കവർ ഞാൻ കാണിച്ചപ്പോഴാണ് ഇത്രയും ചിപ്സ് ഉണ്ടെന്ന് അവൾ അറിഞ്ഞത്. അപ്പോൾ ഇതേ നാച്ചോ ചിപ്സ്, അടുത്ത് അവരൊരു പ്ലമ്മിൻ്റെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്ലം കേക്കൊക്കെ ആണെങ്കിൽ പാറുവിന് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ് കേട്ടോ. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ 1 by 1 ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ പാറു ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം അവൾക്ക് ഇതുപോലത്തെ പാക്കറ്റ് ചിപ്സ് ഇഷ്ടമാണ്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ മേടിച്ച് കൊടുക്കുന്നത്. എന്നാലും ഇത്രയും കിട്ടിയപ്പോൾ അവളുടെ ഫേവറേറ്റ് കുറുക്കുറയുണ്ട്. അവളുടെ സന്തോഷം കണ്ടോ. ഇനി ഇതൊക്കെ ഒരു 3 ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഉണ്ട്. പിന്നെ ലിറ്റിൽ ഹേർട്സ്, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് ലിറ്റിൽ ഹേർട്സ്. അവൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ഇത് ഫസ്റ്റ് പൊട്ടിച്ച് തന്നെ ലിറ്റിൽ ഹേർട്സ്. നെക്സ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു കവർ നിറച്ചുണ്ട്. അടുത്തത് എന്താണ്, ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്കും അവളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് തന്നെയാണ്, പാർലിയുടെ ഹൈഡ് ആൻഡ് സീക്ക്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു വലിയ പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. അടുത്തത് ഇതാണ് പാറുവിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പാറു പറയുന്നത് ഇത് അമ്മ എനിക്ക് സ്കൂളിൽ തന്നു വിടാറുള്ള വേഫിയാണല്ലോ, അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതും ചോക്ലേറ്റിൻ്റെ ആണ്. അങ്ങനെ അവളുടെ അവൾ കിട്ടിയ വഴി ഒരു കുറുക്കുറെ ഓർന്ന് പൊട്ടിച്ചു. അവൾക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി നമ്മളുടെ പാറക്കുട്ടനൊരു ചെറിയൊരു അക്വേറിയമുള്ള കാര്യം നേരത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവളാണ് അതിന് ഫുഡ് കൊടുക്കുന്നതും കറക്റ്റായിട്ട് നോക്കുന്നതെല്ലാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവളെയും കൊണ്ട് അതിൻ്റെ പുറം വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അവളൊരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കണം. ഒരുപാട് പൊടിയൊന്നും ഇല്ലെങ്കിൽ പോലും വല്ലപ്പോഴും അതൊന്ന് ക്ലീൻ ചെയ്യിക്കും. കാരണം അപ്പോഴാണ് ആ ഫിഷ് പോകുന്നത്, അതിൽ നടക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് അതുങ്ങളിട്ട് ഓടിക്കുന്നുമുണ്ട്, അത് ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. അവളുടെ ഫേവറേറ്റ് അതിൻ്റെ അകത്ത് ആ ഒരു ഓറഞ്ച് കളറാണ് അവളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇത് നല്ല രസമാണ്. ഇപ്പോൾ അതിൽ ഒരു മീൻ വലുതും ഒരു മീൻ ചെറുതുമാണ്. അപ്പോൾ ഒരു ദിവസം വലിയ മീൻ ചെറിയ മീനിട്ട് ഓടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ചെറിയ മീൻ വലിയ മീനിനെ ആയിരിക്കും ഓടിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമായിരിക്കും. അവർക്ക് പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരങ്ങനെയാണ്. ഇനി നമ്മൾ പാറക്കുട്ടന് പാറക്കുട്ടൻ നാട്ടിൽ വന്നു. പാറക്കുട്ടൻ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. അതുകൊണ്ട് പാറക്കുട്ടന് ഒരു സ്റ്റഡി റൂമോ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പാറക്കുട്ടന് ഒരു സ്റ്റഡി റൂം ശരിയാക്കി കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. അവൾക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവളവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ശരിയാക്കുന്നത്. ഇതാണ് ഒരു ചെറിയ മേശ നമ്മുടെ വീട്ടിൽ. ഈ മേശ ഞാൻ പഠിക്കുന്ന കാലത്ത് ഉള്ളതാട്ടോ. അപ്പോൾ അതിൽ തന്നെ അവൾക്കും പഠിക്കാനായിട്ട് ഒരു ചാൻസ്, ഒരു നൊസ്റ്റാൾജിയ. അതിൻ്റെ അകത്ത് ഞാനൊരു വൈറ്റ് കളർ ക്ലോത്ത് വെച്ചു. ഇതാണ് പാറൂസിൻ്റെ പുസ്തകം. അവൾ UKGയിലാണ് പഠിക്കണമെങ്കിലും അവൾക്ക് ഒരുപാട് പുസ്തകമുണ്ട് ഗൈസ്. ഏകദേശം ഒരു 10-20ഓളം പുസ്തകമുണ്ട്. അതായത് ഹിന്ദി, ന്യൂമറസി, ലിറ്ററസി, അങ്ങനെ ഒരുപാട് പുസ്തകമുണ്ട്. അതിലിപ്പോൾ ഹിന്ദി തന്നെ Q1, Q2, Q3 അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ലിറ്ററസി ആണെങ്കിലും Q1, Q2, Q3 അങ്ങനെ കുറേ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഓരോ ദിവസം നമ്മളോട് പറയും ഇന്ന ദിവസം ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഉള്ള പുസ്തകങ്ങൾ കുറേ ഉണ്ട്. ഇതുപോലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാനത് എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാം. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാനിതെല്ലാം നിരത്തി വയ്ക്കും. എന്നാലാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. അത് വെച്ചു, എല്ലാം ഒതുക്കി വെച്ചു. പിന്നെ അവൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ലാപ്ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ ലാപ്ടോപ്പാണ് വെച്ചേക്കുന്നത്. പിന്നെ അവളുടെ പെൻസിലും പേനയൊക്കെ ഇടാനായിട്ട് ഒരു ചെറിയ കപ്പ്, പിന്നെ അവളുടെ ട്യൂഷൻ ബുക്കുകളും വേറെ സെപ്പറേറ്റ് വെച്ചു. അതുപോലെ തന്നെ അവളുടെ ബോക്സ് ഇത്രയും വെച്ചു. ഇനി പാറക്കുട്ടന് 2 ബാഗുണ്ട്. ഇത് രണ്ടും അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗുകളാണ്.
ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്ത ബാഗുകളാണ്, നല്ല ബാഗുകളാണ്. അതിൽ ആ പിങ്ക് ബാഗ് അവൾ ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ടൈമിൽ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവളത് തന്നെ പിടിച്ചോളും. പിന്നെ ഇതാണ് അവളുടെ ഒരു ചെറിയ ഒരു സ്റ്റഡി റൂം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അതേ അവളെ ഞാൻ എന്നിട്ട് കാണിക്കാൻ വിളിച്ചു. അവൾക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇങ്ങനത്തെ ഒരു ആദ്യമായിട്ടാണ് അവൾക്ക് വേണ്ടി ഒരു സ്റ്റഡി റൂം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അവൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ലാപ്ടോപ്പിൽ പണിയുന്നതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു തരാമോ എന്ന്. അവൾ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ചുമ്മാ ഒരു ഓഫീസ് സ്റ്റൈലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് അവളെന്നെ കൊണ്ട് എടുപ്പിക്കുന്നത്. പിന്നെ പാറക്കുട്ടന് ഒരു ടോയ് കിട്ടിയതാട്ടോ. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഫാൻ പോലെ കറക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി തീരുവാണ്. ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല, പാറൂസിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്.